Hello students, അപ്പോൾ ഞാൻ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 80 ചെയ്യുന്നതാണ്. ഡെഫിനേഷൻ യൂസ് ചെയ്ത് ചെയ്താൽ മതി. ടെക്സ്റ്റിൽ കുറച്ച് വ്യത്യാസമായിട്ടാണ് ചെയ്തു പോയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിത് നോട്ടായിട്ട് എഴുതിയത്. സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ ഇൻ്റഗ്രേഷൻ വെച്ച് ചെയ്താൽ മതി. ഇതിൽ നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുന്നില്ല, ഇൻഫിനിറ്റിയിൽ തന്നെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കാരണം അത് എളുപ്പത്തിൽ ചെയ്യാം. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കേണ്ട കാര്യമില്ല, അല്ലാതെ ഡയറക്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് അതങ്ങനെ തന്നെ ചെയ്തു പോയിരിക്കുകയാണ്. ഒന്ന് ഞാൻ പറഞ്ഞു തരാം, അടുത്ത് നിങ്ങൾക്ക് അതുപോലെ തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. +2 നമ്മൾ പഠിച്ച പോലെയൊക്കെ തന്നെയാണ്, ജസ്റ്റ് ഇൻ്റഗ്രേഷൻ മാത്രം. L of sin 80 നമുക്ക് ഇൻ്റഗ്രൽ 0 to infinity e⁻ sin 80 dt എഴുതാം. ഇതിന് നമുക്ക് i എന്ന് കൊടുക്കാം. ഈ പ്രോബ്ലത്തിൽ ഇതിന് i എന്ന് കൊടുക്കാം, മറക്കരുത്. ദെൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. ഇതിന് ഇൻ്റഗ്രലിൻ്റെ ഫോമിൽ തന്നെ ഇടുക. ഇതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ e⁻ ഞാൻ 1/e⁻ എന്നാക്കിയിട്ടുണ്ട്. ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് 0 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ എളുപ്പത്തിനാണ് അങ്ങനെ എഴുതിയത്. ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ 0 ആയി പോകും. പിന്നെ ഇവിടെ 0 കൊടുക്കുമ്പോൾ ഈ ടേം 0, ഇവിടെ നമുക്ക് cos 0 1, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അങ്ങനെ ഇവിടെ a ഉണ്ട്, അപ്പം +1/a എന്നാണ് ഇവിടെ വരിക. പിന്നെ ഇവിടെ ഒരു s/a, അത് കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട് സൈഡ് എടുക്കുക, അതിനെ വീണ്ടും ഇങ്ങനെ എഴുതുക. വീണ്ടും നെക്സ്റ്റ് നമ്മൾ ഈ ഇൻ്റഗ്രലിനെ ഒരു വട്ടം കൂടി ഇതേപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഒരു s/a കോൺസ്റ്റൻ്റ് ഉണ്ടായത് ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, മുമ്പ് ചെയ്ത പോലെയൊക്കെ തന്നെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കിത് ഇവിടെ വരുമ്പോൾ വീണ്ടും നമുക്കിത് i എന്നുള്ളത് കിട്ടുന്നു. നമ്മളിത് ചെയ്യാറുള്ളതാണ് കേട്ടോ, +2 ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ചെയ്യാറുള്ളതാണ് ആ 2 വട്ടം ഇൻ്റഗ്രേറ്റ് ചെയ്യൽ. അപ്പോൾ ഇതിങ്ങനെയാണ് കിട്ടുക. ഇതിന് ഈ ടേമിന് i ഉള്ള ടേമിനെ ഇപ്പുറത്തേക്ക് എടുക്കുന്നു. LCM ഒക്കെ കണ്ടിട്ട് i എന്താണെന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തെടുക്കുന്നു. ഇതാണ് സ്റ്റെപ്സ്. സെയിം സ്റ്റെപ്സ് തന്നെയാണ് L of cos 80ക്കും ചെയ്യുന്നത്. നിങ്ങൾ നോക്കി നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ പ്രോബ്ലം വരുമ്പോൾ ഇവാലുവേറ്റ് L of sin 2t. അപ്പോൾ sin 80യുടെ ഫോമുല നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം, അത് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അതുപോലെ L of cos 3t, cos 80യുടെ ഫോമുല ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ഈ പ്രോബ്ലം ഇങ്ങനെ ചെയ്യാം. ഇതെല്ലാം ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ മറ്റത് ചെയ്തതുപോലെ i എന്ന് എടുത്തിട്ട് ഡയറക്റ്റ് ചെയ്യാം. അതല്ല ഫോമുല ഓർമ്മയുണ്ടെങ്കിൽ ചെറിയ മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. വലിയ മാർക്കിൻ്റെ ആണെങ്കിൽ മാത്രം മറ്റേ രീതിയിൽ ചെയ്യാം. ഓക്കെ.